പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ മേഖലയിലെ 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രൊവിഡൻസ് സ്കൂൾ. ഇതൊരു അൺഎയ്ഡഡ് വിദ്യാലയമാണെങ്കിൽ പോലും മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ രക്ഷിതാക്കൾ പോലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാലയമായി പ്രൊവിഡൻസ് മാറിയിരിക്കുകയാണ്. നാദാപുരം മേഖലയിൽ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനം, നേരത്തെ ഡിഗ്രി വിദ്യാഭ്യാസമൊന്നും സാധാരണക്കാരായ കുട്ടികൾക്ക് പ്രാപ്യമല്ലാത്ത കാലത്ത്, ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രി വിദ്യാഭ്യാസവും SSLC പരിശീലനവും ഉൾപ്പെടെ നൽകിയ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീ MK വിനോദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രൈമറി വിദ്യാലയം വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം, അതൊരു ഇംഗ്ലീഷ് ഭാഷ അഭ്യാസം മാത്രമല്ല, മാതൃഭാഷയിൽ ഉൾപ്പെടെ മികച്ച പരിശീലനം നൽകിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഞങ്ങളൊക്കെ PTA, രക്ഷിതാക്കളുടെ പ്രതിനിധികളാണ് ഞങ്ങളൊക്കെ PTA എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുന്നത്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊതുരംഗത്തുള്ള ആളുകളൊക്കെ മക്കളും ചെറുമക്കളുമായി ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ സാരഥികളാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. PTA പ്രസിഡന്റ് എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് ശ്രീ TC കൃഷ്ണദാസ് എൻ്റെ കൂടെയുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാമായിട്ടുള്ള ഇതിന് ചുക്കാൻ പിടിക്കുന്ന, നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ VB ബാലകൃഷ്ണൻ സാർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ വിദ്യാലയം നടത്തുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാനും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട MK വിനോദൻ മാസ്റ്റർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമായുള്ള സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക C ബീന മാം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിന് ഈ വർഷം പ്രൊവിഡൻസ് ഫെസ്റ്റ്, ഒരു 3000-ഓളം ആളുകൾ ഭാഗമാകുന്ന പരിപാടികൾ വിശദീകരിക്കാൻ വേണ്ടി സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററും ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ കൂടിയായുള്ള ശ്രീ ബാലകൃഷ്ണൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങൾ ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ട് ഏകദേശം 23 വർഷമായി. അതിനു മുൻപ് ജാനകി ടീച്ചറായിരുന്നു നടത്തിയത്. 23 വർഷത്തിനിടയിൽ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുമാതിരി ഇവിടെ നമ്മളുടെ ഈ മേഖലയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം പ്രാപ്യമായ രീതിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നികത്തുക എന്നായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി. നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെക്കാൾ നിങ്ങൾക്കറിയാം അൺഎയ്ഡഡ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി. അപ്പോൾ അങ്ങനെ അവിടെയുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തിക്കുവാൻ ഇന്നിവിടെ 16 പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ 16 പഞ്ചായത്തിൽ നമ്മൾ വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, പൊതുവെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ട്. 2 പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവരൊക്കെ അമുൽ ബേബി ആയിരിക്കും. പുസ്തകം നോക്കി പഠിച്ച് എഴുതുക, അതിൻ്റെ അറിവ് മാത്രം കിട്ടുക, അതിലപ്പുറത്തേക്ക് അവരുടെ വിദ്യാഭ്യാസ അറിവ് ഇൻ്റലക്ച്വൽ ലെവൽ ഉണ്ടാവുകയില്ല എന്നൊരു വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുമ്പോൾ മലയാളം പാടെ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത് രണ്ടിലും വാസ്തവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പുതിയ എഡ്യൂക്കേഷൻ പോളിസി കൂടെ വന്നതിന് ശേഷം, അതിന് മുൻപ് തന്നെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ, ഒരുപക്ഷെ ഈ പ്രദേശത്ത് ആദ്യമായി ഗ്രേഡ് സമ്പ്രദായം, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഗ്രേഡ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഗ്രേഡ് സമ്പ്രദായത്തിലേക്ക് വന്ന സ്ഥാപനമാണിത്. രണ്ടാമത്, നമ്മളുടെ കോവിഡ് കാലത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ, അതായത് മാർച്ച് മാസം 11-ാം തീയതി നമ്മുടെ വിദ്യാലയങ്ങൾ പൂട്ടിയപ്പോൾ ഞങ്ങൾ ഏപ്രിൽ മാസം തന്നെ
ഞങ്ങൾ കോവിഡ് കാലത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആരംഭിച്ചു. മറ്റുള്ള സ്കൂളുകളിൽ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഏപ്രിൽ മാസം തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആരംഭിക്കുകയും അത് ആരംഭിച്ച് ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ വാസ്തവത്തിൽ ഇവിടെയുള്ള PTA-യും ഇവിടെയുള്ള ഭാരവാഹികളും എല്ലാവരും ചേർന്ന് വലിയൊരു കാരണം ഇതിനു മുൻപ് നമുക്കതൊരു മാതൃകയില്ലായിരുന്നു, ഒരു അനുഭവമില്ലായിരുന്നു, ഒരു മുൻമാതിരിയേ ഇല്ലായിരുന്നു. അത് നടപ്പിൽ വരുത്തുവാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട് വാസ്തവത്തിൽ പ്രോവിഡൻസിൻ്റെ പേര് ഈ പ്രദേശത്ത് മുഴുവൻ എത്തിച്ചേരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോവിഡ് കാലത്ത് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത് നമ്മളുടെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്കൂളിലെ കുട്ടികൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് മലയാളത്തിലുള്ള അവരുടെ ജ്ഞാനം. മറ്റുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, മറ്റതെല്ലാം നിങ്ങൾക്ക് വളരെയേറെ സംതൃപ്തി നൽകും. മലയാളം പഠിക്കാൻ പറ്റില്ല എന്ന ആരോപണത്തെ മുഴുവനായിട്ട് തന്നെ പുറന്തള്ളിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ മുൻ MLA പുരുഷൻ കടലുണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓർച്ചാഡ് ഇന്ത്യയുടെ ചിൽഡ്രൻസ് ഇന്ത്യ തിയേറ്ററിൻ്റെ ഓർച്ചാഡ് ഇന്ത്യ സ്കോളർഷിപ്പിൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടിയ സ്കൂൾ ഇതായിരിക്കും. 6 വർഷം 2015 മുതൽ തുടർച്ചയായി ബെസ്റ്റ് പെർഫോമിംഗ് സ്കൂളിൻ്റെ അവാർഡ് എരുമേലി പരമേശ്വരൻ പിള്ളയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ്. എരുമേലി പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു കാലത്ത് ദേശാഭിമാനിയിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ് ഈ ഓർച്ചാഡ് ഇന്ത്യ ഉണ്ടാക്കിയപ്പോൾ 2015 മുതൽ 6 വർഷം തുടർച്ചയായി MDയുടെ കയ്യിൽ നിന്നും ഈ വർഷം CV ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടി. 203 സ്കോളർഷിപ്പുകൾ നേടിയ ഒരൊറ്റ സ്ഥാപനം ഇതേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് കണക്കെടുത്തിട്ടില്ല, എങ്കിലും ഇത് വേറെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത്രത്തോളം മികച്ച പ്രകടനം നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ക്യാൻറ്റീൻ സൗകര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ വെറുമൊരു പത്രസമ്മേളനം നടത്തുക മാത്രമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മാധ്യമങ്ങളുടെ പിന്തുണ എന്നുള്ളത് എത്രത്തോളം വലിയതാണെന്നും എത്രത്തോളം നിർണായകമാണെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഞങ്ങളുടെ 51 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടമായ 52ാമത്തെ ദിവസമാണിത്. 51 ദിവസം ഞങ്ങൾ പ്രോഗ്രാം നടത്തി ഈ വർഷം. അതായത് എല്ലാവിധത്തിലുമുള്ള കലാ കായിക എല്ലാ മത്സരങ്ങളും നടത്തി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ സമ്മാനം 1100ഓളം സമ്മാനങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് പുറത്തു പോയിട്ട് കാണാൻ പറ്റും. 1100ഓളം സമ്മാനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം 500-ൽ പരം കുട്ടികൾ സ്റ്റേജിൽ കയറാൻ പോവുകയാണ് ഈ സമ്മാനങ്ങൾ വാങ്ങുവാൻ. അതും ഒരുപക്ഷെ ഒരു റെക്കോർഡായിരിക്കും, ഇത്രയും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ളത്. അപ്പോൾ 51 ദിവസം കഴിഞ്ഞ് 52ാമത്തെ ദിവസം നാളെയാണ്. ഈ നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിക്ക് ഏറ്റവും മികച്ച ആളെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് നമ്മളുടെ കുട്ടികൾക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രചോദനം കിട്ടുന്ന വിധത്തിലുള്ള വ്യക്തികളെ കൊണ്ടുവരാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തനം കൂടിയായ നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജനാരായണ സ്വാമിയെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന 1000-ഓളം കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള രക്ഷിതാക്കൾക്കും അവർക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജനിച്ച കുട്ടികൾക്കുമെല്ലാം പാരൻറ്റിങ് എന്തായിരിക്കണമെന്നും എന്താണ് നമ്മളുടെ നാടിൻ്റെ സ്ഥിതി എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മികച്ച വ്യക്തിത്വം 22-ാം തീയതി ഇവിടെ വരികയാണ്. നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ വന്ന് അതിനെ ഏറ്റവും നല്ല രീതിയിൽ നടത്തി തരണമെന്ന് സ്കൂളിൻ്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കും. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വിനോദ് സർ സംസാരിക്കും. പ്രോവിഡൻസ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം എന്ന ഈ സ്ഥാപനം ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ നാമമാത്രമായ കുട്ടികളുമായിട്ട് മുന്നോട്ട് വന്ന സ്ഥാപനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, സമാന്തര മേഖലയിൽ വളരെ കാലം സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ ശാശ്വതമായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരന് വളരെയധികം ആക്സസിബിളായ, അവരെ സംബന്ധിച്ച് അവർക്ക് എഫോർഡബിളായ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഉണ്ടാവണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. ഈ സ്ഥാപനം ഏറ്റെടുത്തപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രഥമമായ ഒരു കടമ്പ അതിന് നല്ലൊരു
സംവിധാനം, ഭരണ സംവിധാനം, ഒരു ഘടനാ സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, ആ ഒരു ഘടനാപരമായ മുന്നോട്ട് പോകലിന് വളരെയധികം സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബാലകൃഷ്ണൻ. അദ്ദേഹം ഈ സ്ഥാപനം ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ നാമമാത്രം 50 കുറഞ്ഞ കുട്ടികൾ മാത്രമുള്ള സ്ഥാപനം ഇന്ന് 2 പതിറ്റാണ്ട് കൊണ്ട് 1000 പരം കുട്ടികളുടെ സ്ഥാപനമായി ഉയർന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ അദ്ദേഹം ഒരു അംഗമാണ്. വിദ്യാർത്ഥികളുടെ ഏതൊരു പ്രശ്നവും അവരുടെ പഠനകാര്യം മാത്രമല്ല, അവരുടെ സ്വഭാവപരമായ, അവരുടെ വ്യക്തിപരമായ വല്ല പോരായ്മയും രക്ഷാക്കൾക്ക് തിരുത്താൻ പറ്റാത്തതുണ്ടെങ്കിലും തീർച്ചയായും അവർക്ക് ഇന്നൊരു അഡ്വൈസറായിട്ട് ഓരോ വീടുകളിലും സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ബാലകൃഷ്ണൻ സാറെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാം. അത് എന്നും ഈ സ്ഥാപനത്തിന്റെ കെട്ടുറപ്പിനും അതുപോലെ രക്ഷാക്കളുമായുള്ള നല്ല ബന്ധം. ഇവിടെ തന്നെ PTA പ്രസിഡന്റോട് ഇരിക്കുന്നുണ്ട്. രക്ഷാക്കളുടെ നിർദ്ദേശങ്ങൾ പ്രായോഗികമാകുന്ന അതിന്റെ പരമാവധിയിൽ തന്നെ പ്രായോഗികമാക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നേറുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടികളുടെ വൈജ്ഞാനിക മേഖലയിൽ അവർക്ക് നൽകേണ്ടുന്ന ആധുനിക കാലത്ത് ഉചിതമായ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിൽ ഇന്നത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് വെക്കേണ്ട കമ്പ്യൂട്ടർ, വിശാലമായ ഒരു കമ്പ്യൂട്ടർ ലാബ് തന്നെ കുട്ടികൾക്ക് വേണ്ടി 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ നൽകുന്നുണ്ട്. അതിലുപരി ഭാഷാ പഠന രംഗത്ത് നേരത്തെ പറഞ്ഞു, മലയാള ഭാഷ മാത്രമല്ല ഹിന്ദി ഭാഷയും 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. UKG മുതൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നു. ഇവിടുന്ന് ഒരു 4ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഏകദേശം ഹൈസ്കൂളിൽ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ മേലെയുള്ള ഹിന്ദി അവർ കൈകാര്യം ചെയ്യും. ഇത് പറഞ്ഞു വരുന്നത് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പഠനത്തിന്റെ വേഗത പണ്ടത്തെ പോലെയല്ല. പണ്ട് എത്ര പ്രായം ഇങ്ങനെ പഠിക്കുന്നത് വേഗതയാണ്. ആ വേഗതയിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ, ഈ വൈജ്ഞാനിക മേഖല അവന് നാളെ വേണ്ടുന്ന എല്ലാ വൈജ്ഞാനിക മേഖലയുടെയും ഫൗണ്ടേഷൻ അവരുടെ LKG മുതൽ ഈ പ്രൈമറി ക്ലാസ് പഠിക്കുന്നത് ലഭിക്കുന്നുണ്ട്. അതിൽ ഇന്ന് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ രക്ഷാക്കളും സംതൃപ്തരാണ് എന്നതാണ് ഇത്രയും വിദ്യാർത്ഥികളെയും കൊണ്ട് കൊണ്ടുപോകാൻ ഇന്നും തല ഉയർത്തിക്കാൻ സാധിച്ചത്. ഈ സ്ഥാപനത്തിന് മുന്നോട്ടുള്ള പോക്കിനും നമ്മുടെ നാട്ടുകാരുടെ, അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാസമ്പന്നരുടെ ഒക്കെ തന്നെ സഹകരണം ഉണ്ട് എന്നും തുടർന്നും ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരെ, എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. നാളെയും മറ്റന്നാളുമായി 26, 27 തീയതികൾ ഞങ്ങളുടെ പ്രൊവിഡൻസിൻ്റെ 39ാം വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കത് പറയുന്നതിന്. കാരണം വളരെ എനിക്ക് മുന്നേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ വളർച്ചയുടെ ഓരോ പടവുകളും വിശദീകരിച്ചു കഴിഞ്ഞു. സാറ് പറഞ്ഞതുപോലെ കേവലം 36 കുട്ടികളിൽ നിന്ന് 6 സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആ ഒരു സ്ട്രെങ്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ 1000-ഓളം കുട്ടികൾ, 1000-ൽ പരം കുട്ടികളും 100ഓളം സ്റ്റാഫുമുള്ള ഒരു മഹത്തായ സ്ഥാപനമായി വടകര മേഖലയിൽ തന്നെ മാറിക്കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷജനകമാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയണ്ടേ, സമർപ്പണ മനോഭാവവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ പങ്കും നിസ്സീമമാണ്. നാളെ മറ്റന്നാൾ രാവിലെ 9 മണിക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി ഞങ്ങളുടെ വിശിഷ്ടാതിഥി രാജീവ് നാരായണ സ്വാമി സാറിനെ MRFന് സമീപത്തുള്ള ആ ഗ്രൗണ്ടിൽ വെച്ച് സ്വീകരിക്കും. വർണ്ണാഭമായ ഘോഷയാത്ര, കുട്ടികൾ പുറമേ നിന്നുള്ള വാദ്യോപകരണങ്ങൾ ഒരു വിഭാഗം മാത്രം, ബാക്കി മുഴുവൻ ഞങ്ങളുടെ മക്കൾ അണിനിരക്കുന്ന ചില മെസ്സേജുകളോട് കൂടിയുള്ള പ്ലക്കാർഡുകളുമായി ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അത് ഏതാണ്ട് 10 മണിയോടുകൂടി ഞങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അതിനുശേഷം ഇവിടെ ഏതാണ്ട് 11 പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 31ഓളം വിശിഷ്ട അതിഥികൾ ഞങ്ങളുടെ മക്കൾക്ക് ഏതാണ്ട് 1100ഓളം സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യും. ഞങ്ങളുടെ ഈ 2 ദിവസത്തെ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പണക്കാരുടെ മക്കൾ മാത്രം, അവർ വടകരയും റാണിയിലും അങ്ങനെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാവിലെ വണ്ടി വന്ന് അവരുടെ മക്കളെ അയക്കുകയും നമ്മളൊക്കെ കൊതിയോടുകൂടി അത് നോക്കി നിൽക്കുകയും ചെയ്ത ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം, പ്രൊവിഡൻസ് എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വളരെ സജീവതയോടുകൂടി അനുദിനം വളർന്നു വന്നപ്പോൾ എൻ്റെയും സാധാരണക്കാരനായ എന്നെ പോലുള്ളവരുടെ കുട്ടികൾക്ക് കൂടി ഉന്നതമായ വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള ഗുണകരമായ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്ന മഹത്തായ ഒരു കർത്തവ്യം കൂടി ഈ വിദ്യാലയം നിർവഹിക്കുമെന്നത് ഒരു രക്ഷിതാവെന്ന നിലയിലും ഈ നാട്ടുകാരനെന്ന നിലയിലും ഏറെ അഭിമാനിക്കുന്നു.
അതുമാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുപരി അവർക്ക് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കിട്ടേണ്ട എല്ലാവിധ പരിശീലനവും അവരുടെ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി തീരാനുള്ള എല്ലാവിധ പരിശീലനവും ഇവിടെയുള്ള അർപ്പണ മനോഭാവമുള്ള ടീച്ചേഴ്സിൽ നിന്നും അവർ കരഗതമാക്കുന്നു എന്നത് ഏറെ അഭിമാനത്തോടു കൂടി ഈ നിമിഷം ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട മഹാരഥന്മാരെയാണ് ഇതിൻ്റെ ഫെസ്റ്റിലും അതുപോലുള്ള മറ്റു പരിപാടികളിലും നമ്മൾ മുഖ്യ അതിഥികളായി ഇവിടെ കൊണ്ടുവരുന്നത്. അതിൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി നമുക്ക് ടിക്കാറാം മീണ ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഈ വിദ്യാലയം ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ മികച്ച ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു ടിക്കാറാം മീണയുടേത്. അതിനുശേഷം വന്ന ശ്രീ ഋഷാജ് സിംഗ്, ഇപ്പോൾ വരുന്നത് നമ്മുടെ മക്കൾക്ക് എക്കാലത്തും മാതൃകയാകേണ്ടി വരുന്ന അനുകരണീയമായ ഒരു വ്യക്തിത്വത്തിനുടമയായ രാജീവ് നാരായണ സ്വാമി. അങ്ങനെയുള്ള മികച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ നാട്ടിലെ നമ്മുടെ സമൂഹത്തിന് ഈ ചുറ്റുപാടുകളെ പരിചയപ്പെടുത്തുന്ന മികച്ച ഒരു കർത്തവ്യം കൂടി നമ്മുടെ ഈ വിദ്യാലയം നിർവഹിക്കുന്നത് ഏറെ അഭിമാനകരമാണ്. എല്ലാവരും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സജീവമായ പിന്തുണ ഈ വലിയ ഈ പരിപാടികൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്